നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പോ സീതാലക്ഷ്മി എന്ന കഥാപാത്രത്തെ മമ്മ കളത്തിലിറക്കി കഴിഞ്ഞു. ഗുഡ്. മോൻ പറഞ്ഞതുപോലെ മമ്മ അങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്നിട്ട് എന്തായിരുന്നു മഹാനായ ഡോക്ടർ ജയശങ്കറിന്റെ ഭാവം? പ്രേതത്തെ കണ്ടതുപോലെ ഭയന്ന് വിളറി, ഇങ്ങനെ കണ്ണൊക്കെ മിഴിച്ച്. അയാൾ ഈ കാര്യത്തിൽ ഭയക്കാൻ പോകുന്നേ ഉള്ളൂ മമ്മ. അല്ല, സത്യത്തിൽ ആരാ മോനെ സീതാലക്ഷ്മി? അങ്ങനെ ഒരാളുണ്ടോ? രാമരാവണ യുദ്ധത്തിൽ രാമന്റെ മനോവീര്യം തകർക്കാൻ പടക്കളത്തിൽ രാവണൻ ഇറക്കിയ ഒരു മായ സീതയെക്കുറിച്ച് മമ്മ കേട്ടിട്ടുണ്ടോ? തൽക്കാലം അങ്ങനെ കരുതിയാൽ മതി. ഞാൻ പറഞ്ഞതുപോലെ സമയമാവുമ്പോ പല നിഴൽ രൂപങ്ങളും ജീവൻ വെച്ച് വെളിച്ചത്തിലേക്ക് വരും. വന്നല്ലേ പറ്റൂ. ഭൂതകാലത്തിന്റെ ഒഴുക്കിനെ തടയാൻ വിരലുകൊണ്ട് തടയണ പണിയാൻ കഴിയില്ലല്ലോ മമ്മ. അതെ, അയാൾ അനുഭവിക്കണം. അതിന് സീതയെങ്കിൽ സീത, ശൂർപ്പണക്കെങ്കിൽ ശൂർപ്പണക്ക. എന്തായാലും മമ്മ എറിഞ്ഞ തീപ്പൊരി പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. അക്ഷര അവളുടെ ഡാഡിയെ നോക്കി ഒരു നോട്ടമുണ്ട്. അയാൾ ഇരുന്നിടത്തിരുന്ന് ദഹിച്ചു പോയനെ. മകളെതിരെ നിന്ന പിന്നെ ജയശങ്കർ ഇല്ല. ആത്മവീര്യത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ അയാൾ മുട്ടുകുത്തും. പിന്നെ എനിക്കറിയാവുന്ന ജയശങ്കർ ഒരാളെ ശത്രുവായിട്ട് കരുതിയാൽ പിന്നെ ബന്ധത്തിന്റെ ആഴം അടുപ്പം ഒന്നും നോക്കാറില്ല. രക്തബന്ധത്തിന്റെ എത്ര കട്ടികൂടിയ ചോരഞരമ്പാണെങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് അർത്തുകളെ അയാൾക്ക് ഒരു മടിയുമില്ല. എന്നുവെച്ചാൽ നാളെ ഡോക്ടർ ജയശങ്കറിന്റെ ഏറ്റവും വലിയ ശത്രുവായി സ്വന്തം മകളും മരുമകൻ നിരഞ്ജനും മാറും. ഒന്നുകിൽ കോരപ്പുല്ലുകൊണ്ട് തമ്മിലടിച്ച് തീർന്ന യാദവ കുലത്തെ പോലെ അവരും തമ്മിലടിച്ച് തീരും. അല്ലെങ്കിൽ മകളെയും മരുമകനെയും തോൽപ്പിക്കാൻ ജയശങ്കർ നമ്മുടെ പക്ഷത്തേക്ക് വരും. ഓർത്തിട്ട് തന്നെ എനിക്കങ്ങ് കുളിര് കോരുന്നു. ഇനി ആ പ്ലോട്ടിലേക്ക് കണക്ട് ചെയ്യേണ്ട ഒരാൾ കൂടിയുണ്ട്. അതാരാ? സ്വാമി. സാമിയോ? ആ പത്തക്കോലിനെന്താ ഈ കഥയിൽ കാര്യമുണ്ട് മമ്മ. ഡോക്ടർ ജയശങ്കർ തെരുവിൽ നിന്നും കൈപിടിച്ചൊപ്പം ചേർത്ത സ്വാമിക്ക് ഈ കഥയിലും ജയശങ്കറിന്റെ ജീവിതത്തിലും വളരെ നിർണായകമായ സ്ഥാനവും സ്വാധീനവും ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. പതിയെ മതി, ധൃതി വേണ്ട. ഇപ്പോ അക്ഷരം വീടിന്റെ ഒരരികിനല്ലേ തീ പിടിച്ചിട്ടുള്ളൂ. അത് പതിയെ പുകഞ്ഞ് തീയാളിപ്പടരട്ടെ. എരുതിയിൽ എണ്ണ ഒഴിക്കേണ്ട ജോലി മാത്രമേ മമ്മയ്ക്കുള്ളൂ. മോൻ പറഞ്ഞെന്നാ മതി. അതുപോലെ മമ്മ ചെയ്യും. എന്റെ അങ്ങള എന്റെ കാൽക്കൽ മുട്ടുകുത്തുന്ന അന്ന് മാത്രമേ എനിക്ക് സ്വസ്ഥമായി ഉറക്കം കിട്ടൂ. എനിക്ക് മാത്രമല്ല, സ്വസ്ഥത കിട്ടാതെ കല്ലറയ്ക്കുള്ളിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന നിന്റെ പപ്പയ്ക്കും. ജയശങ്കർ, അക്ഷര, നിരഞ്ജൻ ഒന്നിച്ചു നിന്നാൽ ഇവരെ വീഴ്ത്തുക അത്ര എളുപ്പമല്ല മമ്മ. ഇവർക്കിടയിൽ ഉണ്ടാകുന്ന വിള്ളലിലൂടെ വേണം നമുക്ക് നമ്മുടെ വിജയത്തിന്റെ കുതിരവണ്ടി ഓടിച്ചു കയറ്റാൻ. ഞാൻ പറഞ്ഞില്ലേ മോനെ, അക്ഷരയ്ക്ക് ഡാഡിയോട് സംശയം തോന്നിക്കഴിഞ്ഞു. ഇനി അവൾ എന്റെ പിന്നാലെ പറ്റിക്കൂടും. രഹസ്യത്തിന്റെ ബാക്കി അറിയാൻ. പിന്നാലെ വരട്ടെ. അപ്പച്ചിയെ ചേർത്ത് മകൾ അപ്പനെ തള്ളിപ്പറയുന്ന ദിവസം വരട്ടെ. ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ മോനെ. എന്തായിരിക്കും ഇപ്പോഴത്തെ വീട്ടിലെ അവസ്ഥ എന്നോർത്തിട്ട് എനിക്കൊരു നിക്കക്കള്ളിയില്ല. എനിക്കങ്ങ് പറന്നെല്ലാം തോന്നുക. ചെല്ലണം അമ്മ. ചെന്ന് ശത്രുവിന്റെ ഭയം
ക്ലോസ് റേഞ്ചിൽ ആസ്വദിക്കണം. എന്നാ ഞാൻ എത്തിയിട്ട് വിളിക്കാം. ആപ്പിൾ, ഓറഞ്ച്, ലഡു, ജിലേബി. ആ അപ്പച്ചി എന്താ ഇവിടെ കച്ചവടം തുടങ്ങിയോ? അയ്യോ, ഇത് കച്ചവടത്തിനല്ല, ഇത് സന്തോഷ സൂചകമായിട്ട് നിനക്ക് തരാനാ. വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാൻ എന്താ ആപ്പിൾ കാണാതിരിക്കാം? പക്ഷേ ഇത് സാധാരണ ആപ്പിളല്ല. ഈ ആപ്പിളിന് മധുരം കൂടുതലാ. എന്താ തലേ നോക്കി നിൽക്കുന്നേ? നാളെയോ? അയ്യോ അല്ല, ബഹുമാന്യ മാതാശ്രീ. ആ മോളെ, ഞാൻ പോയി ഉണങ്ങാനിട്ടിരിക്കുന്ന തുണിയൊക്കെ ഇങ്ങ് എടുത്തോണ്ട് വരാം. തള്ള നാട്ടുമ്പുറം കേസാണെങ്കിലും കുറച്ച് വകതിരിവുണ്ട്. നിനക്കെന്തോ എന്നോട് ചോദിക്കാനുണ്ടെന്ന് അവർക്കറിയാം. കണ്ടില്ലേ നൈസായിട്ട് സ്ഥലം കാലിയാക്കിയത്. അപ്പച്ചി പറഞ്ഞോ. അപ്പച്ചി മുൻപേ പറഞ്ഞ ആ നേഴ്സ് ഏതാ? ആ, ഏത് നേഴ്സ്? അപ്പച്ചി ചുമ്മാ പൊട്ടി കളിക്കില്ലേ? അപ്പച്ചി ഇത്തിരി മുമ്പേ പറഞ്ഞ ആ നേഴ്സിന്റെ കാര്യം മറന്നുപോയോ? ഓ അതോ? അത് സീത. ഏത് സീത? രാമന്റെ ഭാര്യ സീത. ഏത് രാമൻ? ദശരഥന്റെ മൂത്തമോൻ രാമൻ. അപ്പച്ചി ചുമ്മാ കളിക്കരുതേ. സൗകര്യം ഉണ്ടെങ്കിൽ ചോദിച്ചാലും മറുപടി പറ. ഓ, നേഴ്സ് സീതാലക്ഷ്മിയാണല്ലേ നീ ഉദ്ദേശിച്ചേ? സീതാലക്ഷ്മിയെ കുറിച്ച് കൂടുതൽ അറിയാൻ നീ വളഞ്ഞു ചുറ്റി മൂക്കെ പിടിക്കൊന്നും വേണ്ട. നിന്റെ ഡാഡിയോട് തന്നെ ചോദിച്ചാ മതി. അത് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പച്ചിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, നീ ഇങ്ങനെ എരിപിരി കൊണ്ട് എന്റെ അടുത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല. നേരെ നിന്റെ ഡാഡിയുടെ അടുത്തേക്ക് പോ, എന്നിട്ട് ചോദിക്കും, ഹലോ ഡാഡി, ആരായിരുന്നു സീതാലക്ഷ്മി എന്ന്? വെറും ഒരു നേഴ്സ് എന്നതിനപ്പുറം എന്തായിരുന്നു അവളുമായിട്ടുള്ള ബന്ധമെന്ന്? അപ്പച്ചി ചുമ്മാ ഓരോന്ന് കെട്ടിച്ചമച്ച് പറയുക. എനിക്ക് സത്യമാണ് അറിയേണ്ടത്. ഓടി പോകാൻ. കാര്യം അറിയാൻ വേണം. ഞാൻ പറയുന്നോട്ട് വിശ്വസിക്കാനും വയ്യ. നീ ഒരു കാര്യം ചെയ്യ, മായാരഞ്ജിനിയെ, അതായത് നിന്റെ അമ്മയെ നന്നായി പ്രാർത്ഥിച്ചിട്ട് ഇന്ന് ഉറങ്ങാൻ കിടക്ക്. ചിലപ്പോ അവള് സ്വപ്നത്തിൽ വന്ന് പറയും സീതാലക്ഷ്മിയുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ. ഒരു കാര്യം നീ ഓർത്തോ,